പ്രോട്ടം സ്പീക്കർ സ്ഥാനത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിൽ വിവാദം പുകയുകയാണ്. തഴഞ്ഞത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോപിച്ചു. വിവാദം അനാവശ്യമാണെന്നും കോൺഗ്രസ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് 7 തവണ ലോക്സഭയിലെത്തിയ BJP അംഗം ഭർത്തൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറായി തെരഞ്ഞെടുത്തത്. നടപടിയിൽ ശക്തമായ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. തന്നെ തഴഞ്ഞതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളെന്ന കൊടിക്കുന്നിൽ സുരേഷ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായാൽ ഒരു പ്രോട്ടം സ്പീക്കറായി ഇരിക്കുന്ന ആൾ BJP-കാരനല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയായിരിക്കുമോ, അതല്ലെങ്കിൽ ഇത് ഒരു കോൺഗ്രസ് MP ഇരുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ BJP നടത്തണ്ട എന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യവും വിരോധവും കൊണ്ടാണോ? നീക്കം ഗൂഢോദ്ദേശത്തോടെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഏത് കാരണമാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. വിവാദം അനാവശ്യമെന്നും UPA കാലത്തും സമാനമായ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും സംഭവത്തിലേക്ക് ജാതിയോ മറ്റു വിഷയങ്ങളോ കൊണ്ടുവരേണ്ടതില്ല എന്നും മന്ത്രി. कोडिकुनिल जी जो कांग्रेस के सदस्य है उसका टोटल टर्म 8 है, लेकिन उसका 2 बार ब्रेक हुआ है, 98 में 2004 में. तो सबसे लंबा कॉन्जिक्यूटिव निरंतर जो चुन के आए हैं वो भर्तृहरि महताब है. പ്രോട്ടം സ്പീക്കറെ സഹായിക്കാൻ നിശ്ചയിച്ച പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ്, DMK-യുടെ TR ബാലു, BJP-യുടെ രാധാമോഹൻ സിംഗ്, ഫഗ്ഗൻ സിംഗ് കുലസ്തെ, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി.